എനിക്ക് കുറച്ച് വിഷമമുള്ള കാര്യം കൂടെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. ഹായ് ഗായ്സ്, ഈ വ്ളോഗ് ഇസ് അബൌട്ട് സംതിങ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് കുറച്ച് വിഷമമുള്ള കാര്യം കൂടെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ഈ കാര്യം കേൾക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന കുറച്ച് പഴയ വ്ളോഗാണ്. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉള്ള വ്ളോഗ്. ഞാൻ ഇങ്ങനെ കുറേ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് പഴയ വ്ളോഗ്സ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത്രയും റെലവൻ്റ് ആയിട്ടുള്ള വ്ളോഗ് എടുക്കേണ്ട, അപ്പം തന്നെ ഇടേണ്ട എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോഴത്തേത് പോസ്റ്റ് ചെയ്യും. അതുവരെ നിങ്ങളെ ഞാൻ എടുത്തു വെച്ചേക്കുന്ന പഴയ വ്ളോഗ്സ് ആയിരിക്കും. പഴയ വ്ളോഗ്സ് മീൻസ് ഒരു പ്രഗ്നൻസി തൊട്ടുള്ള വ്ളോഗ്സ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അതൊക്കെ എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട്, എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട്, അങ്ങനത്തെ എൻ്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷനും കാര്യങ്ങളും പ്രഗ്നൻസി റിലേറ്റഡ് സാധനങ്ങളാണ് മോസ്റ്റ്ലി. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയിലോട്ട് പോകാം. ബൈ. ഓക്കെ, അപ്പം എൻ്റെ സങ്കടമുള്ള കാര്യം എന്താണെന്ന് കേൾക്കാം. നിങ്ങൾക്ക് ക്യാപ്ഷൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ബേബി വരാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അടുക്കലും പറക്കലും ഒക്കെ നടക്കുവാണ്. ബേബിക്കും കൂടെയുള്ള സാധനങ്ങളുടെയൊക്കെ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്തായാലും കുറേ വർഷമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുന്നു. കളയാൻ മനസ്സില്ലാതെ വെച്ചിരുന്ന ആവശ്യമില്ലാത്തതൊക്കെ ഡിസ്പോസ് ചെയ്യാം, അല്ലെ ആർക്കെങ്കിലും ഉപയോഗം ഉള്ളതാണെങ്കിൽ കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പഴയ കുറേ മെമ്മറീസിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ കുറേ ബോക്സിലും ബാഗിലൊക്കെ ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ സ്റ്റോർ ചെയ്തേക്കുന്നതിൻ്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ്സ് അമ്മയ്ക്കാണ്. ഇത്രയും നാൾ സൂക്ഷിച്ച് വെച്ചതും അമ്മ വെച്ച രീതിയൊക്കെ കൊണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ബോക്സ് തുറക്കുക. വട അൺയൂസ്ഡ്, അൺഓപ്പൺഡ്. എന്തിനും വാങ്ങിച്ച് വെച്ചെന്ന് എനിക്കറിയത്തില്ല. പഴയത് ചീത്താവുന്നതിന് മുന്നേ അമ്മ വാങ്ങിച്ച് വയ്ക്കും. മോഹിനിയാട്ടത്തിൻ്റെ പൊട്ട്. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഏതൊക്കെയാണ് ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഇച്ചിരി ഉപയോഗിക്കാൻ പറ്റുന്ന ഓർണമെൻറ്റ്സ് ഏതൊക്കെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, ഏതൊക്കെ ഞാൻ സൂക്ഷിക്കും, ഇത് ഞാൻ 3 സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് മാങ്ങാമാല. ഇത് ഞാൻ വെച്ചേക്കാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ വലിയ ഡാമേജ് ഇല്ല, കുറച്ച് കളർ മങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ 2ാമത്തെയോ 3ാമത്തെയോ ചെല്ലെങ്കിൽ നോക്കാം. ഇത് പല കളർ കുഞ്ച് ഒരെണ്ണം കൂടി. ഇതാണ് ഞാൻ വളകാപ്പിന് വെച്ചത്. ഇതിൽ പക്ഷേ ഈ ബ്ലാക്ക് നോർമൽ കുഞ്ചലല്ലാതെ ഭരതനാട്യത്തിന് ക്ലാസിക്കലിനൊന്നും ഞാൻ വേറെ ഒന്നും കെട്ടിയിട്ടില്ല. ബിക്കോസ് എൻ്റെ ടീച്ചർക്ക് ഇഷ്ടമില്ലായിരുന്നു. അതാണ് ഒരു ട്രഡീഷണൽ ഫോം എന്നാണ് ടീച്ചർ പറയുന്നത്. പിന്നെ ഈ കളറൊക്കെ കഥക്കിൻ്റെയും ഒക്കെയാണ്. ഇത് ഞാൻ വെറുതെ കണ്ടിഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അതങ്ങനെ വളകാപ്പിനിട്ട്. ഇത് പണ്ട് തിരുപ്പൻ വെച്ച്, ഈ തിരുപ്പൻ വെച്ച് കെട്ടുമ്പോഴത്തേക്കും ഇത് മണ്ടയ്ക്ക് വയ്ക്കുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് കുറേ വർഷമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് തിരുപ്പൻ വെച്ച് ഞാൻ കളിച്ചിട്ട് ഒത്തിരി വർഷമായി. നമ്മൾ വട വെച്ചായിരുന്നു ലാസ്റ്റൊക്കെ ഞാൻ കളിച്ച സമയത്ത് ലാസ്റ്റൊക്കെ വെച്ചിരുന്നത്. ഇത് ലോങ് ഷേപ്പ്. ഇത് ഞാൻ കൊടുക്കുമായിരിക്കും. ബിക്കോസ് ഇതിൻ്റെ പുതിയത് ഞാൻ വേറെ ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഇവിടെ ഇതൊക്കെ പഴയതാട്ടോ. അത് മേക്കപ്പൊക്കെ പിടിച്ച് കളറൊക്കെ നല്ല ഡള്ളായിട്ടിരിക്കുക. ഈ കമ്മൽ ഏതോ ഒരു സ്റ്റേജിൽ വീണ് ചപ്പിപ്പോയി. ആരോ എൻ്റെ കാതിൽ നൂരിയിട്ട് ആരോ ചവിട്ടി ചപ്പിട. സോ ഇതിൻ്റെ സ്റ്റഡ് ഞാൻ എടുക്കുമായിരിക്കും. സോ ദാറ്റ്സ് ഒരു ബോക്സ് കഴിഞ്ഞു. നെക്സ്റ്റ് ബോക്സ്. ഈ വൈറ്റ് ആൻഡ് റെഡ്, ഈ സ്റ്റോൺ, ഇങ്ങനത്തെ ഈ 2 കളറും കൂടെ കോമ്പിനേഷൻ സ്റ്റോണുള്ള ഓർണമെൻറ്റ്സ് ആണ് ഞാൻ അരങ്ങേറ്റത്തിന് ഇട്ടതല്ല. അതിൻ്റെ ഫോട്ടോ പഴയത് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഇവിടെ അറ്റാച്ച് ചെയ്യട്ടെ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആനഡിയിലെ എൻ്റെ ഇപ്പോഴത്തെ ഗൈനക്, അമ്മയുടെ ഗൈനക്. ഞാനും എൻ്റെ അനിയത്തിയും കസിൻസിനെ എല്ലാവരെയും എടുത്ത്, എൻ്റെ ഫ്രണ്ട്സിനെ സഹിതം എല്ലാവരും എടുത്ത ഒരു ഡോക്ടറുണ്ട്, ഉഷ മാഡം, ആനഡിയിലെ. ആ ഡോക്ടർ ഗിഫ്റ്റ് തന്നെയാണ് ഈ സെറ്റ് ഓഫ് ഓർണമെൻറ്റ്സ് അരങ്ങേറ്റത്തിന് ഗിഫ്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ അമ്മാമ്മ അവിടുത്തെ നേഴ്സായിരുന്നു. സോ
ആ ഡോക്ടർ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എന്നെ ഡാൻസ് കളിപ്പിക്കാനായിട്ട് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. ഡോക്ടറുടെ മോളും ഡാൻസ് കളിക്കും, അപ്പോൾ എന്നെ കളിപ്പിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ എന്ത് പ്രോഗ്രാം വന്നാലും എന്നെ ഡാൻസ് ചെയ്യിപ്പിക്കായിരുന്നു. ഇതിന് വലിയ ഡാമേജൊന്നും ഇല്ല, പ്രിറ്റി മച്ച് ഗുഡ്. ഇതൊക്കെ വളഞ്ഞ് മടങ്ങിയിരിക്കുന്ന കേട്ടോ, പോയതല്ല. ഇത് പഴയ ഉഡിയാണ്, പക്ഷേ ഇത് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള ഉഡിയാണായിരുന്നു. എൻ്റെ പുതിയതാണെങ്കിൽ ഇത് പക്ഷേ കളർ പോയതുകൊണ്ട് ഞാൻ ഇടാറില്ല. പക്ഷെ പുതിയതിനാണെങ്കിൽ ഇത്രയ്ക്കൊരു വെയിറ്റും ഇല്ല. ഇതുപോലത്തെ അന്വേഷിച്ചിട്ട് രണ്ടാമത് മേടിക്കാൻ പോയപ്പോൾ, രണ്ടാമതല്ല, അത് 3rd സെറ്റ്. ആദ്യം കാണിച്ചത് ഞാൻ എൻ്റെ ആദ്യത്തെ 3rd or 4th സെറ്റാണിത്. ഇതുപോലത്തെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുമില്ല. സെയിം ഇത് സൂര്യനും ചന്ദ്രനും. അപ്പോൾ 2 ബോക്സ് കഴിഞ്ഞു. ഇതാണ് ആ ഫസ്റ്റ് സെറ്റ് ഓഫ് ഓർണമെൻറ്റ്സിലെ വൈറ്റ് റെഡ് കോമ്പിനേഷനിലെ ബാക്കി സാധനങ്ങൾ. ഇത് ഉച്ചിപ്പൂ എന്ന് പറയും. നമ്മൾ ഈ വട വെച്ചിട്ട് വടയുടെ നടുക്ക് ഇങ്ങനെ വയ്ക്കുന്ന സാധനം. ഇത് ആ സെറ്റിലെ നെക്ലേസ്. നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് ആയിരുന്നു, പക്ഷെ കല്ലൊക്കെ വേഗം പോയി എന്ന് വെച്ചാൽ ഒരു 3-4 വർഷത്തിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്തു. ഇത് ആ സെറ്റിലെ അനദർ ഉഡിയാണ്. നേരത്തെ ഞാൻ കാണിച്ചത് ഉഡിയാണ് മീൻസ് അരപ്പട്ട. ഇത് നെറ്റിച്ചു. I miss this. ഇത് വലിയ മല. കമ്മലിൻ്റെ സ്റ്റഡ് ഞാൻ ഇടാൻ എടുത്തെന്ന് തോന്നുന്നു. ജിംക മാത്രമേ ഉള്ളൂ, ജിംകയും മാട്ടിയും. ഇങ്ങനെ നോക്കില്ലേ, അതിൻ്റെ അവിടെ കൊള്ളാമല്ലേ. ഇത് സൂര്യനും ചന്ദ്രൻ. ഈ ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന ആരെങ്കിലും, യൂസ് ഇല്ലാത്ത ഡിസ്പോസ് ചെയ്യാനാണെങ്കിലും എടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് DM ചെയ്യോ, കമൻറ്റ് ബോക്സിൽ പറയുകയോ ചെയ്യണേ. ഇനി കൂടുതൽ എൻ്റെ പുതിയ ഓർണമെൻറ്റ്സാണ്. ഇതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഡാൻസ് കളിക്കുന്നത്. ഇത് നെക്ലേസ് കുറച്ച് ഹെവി ആയി, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു. പക്ഷേ ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. ഇതുപോലത്തെ ആയിരുന്നു എനിക്ക് നേരത്തെ തന്നെ കാണിച്ചില്ലേ, ചൈനി. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. പക്ഷെ ഇത് നോക്കാം, ടു മച്ച്. ഇത് പുതിയ സൂര്യനും ചന്ദ്രനും. ഇതൊന്നും ഞാൻ കവറിങ് നടക്കുന്നില്ല, ഇതൊക്കെ അമ്മ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഓരോന്ന് ചീത്തയാത്ത രീതിയിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നെറ്റിച്ചുട്ടിയൊക്കെ. ഞാനിതുപോലെ പാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത്ര വൃത്തി വരത്തുമില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർണമെൻറ്റ്സ് ഒക്കെ തമ്മിൽ തട്ടാതെ മുട്ടാതെ ഒക്കെ വെക്കുകയുള്ളൂ. ഇത് കമ്മൽ തന്നെയാണ്. ഞാൻ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. മിക്കു ഒരു സൈഡിൽ നിന്ന് എൻ്റെ മേക്കപ്പ് അടിക്കാൻ തുടങ്ങും. അമ്മ ഓർണമെൻറ്റ്സ് ഊരി ഇതൊക്കെ ഇതുപോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അടുക്കി വയ്ക്കാൻ തുടങ്ങും. സുഖമായിട്ട്. ഇത് ഞാൻ പറഞ്ഞ ലോങ് ചെയിൻ. പുതിയ ചെയിനുള്ളതുകൊണ്ട് പഴയത് ഡിസ്പോസ് ചെയ്യുന്ന പറഞ്ഞില്ല. ഇതാണ് പുതിയ ഉഡിയാണ്. കാണാൻ അതിനേക്കാളും വലുതാണെങ്കിലും ഒട്ടും വെയിറ്റ് ഇല്ല. അതുകൊണ്ടൊരു കെട്ടിയൊരു തൃപ്തിയില്ല. ആരെങ്കിലും കെട്ടുമ്പോൾ ആ ടൈറ്റായിട്ട് നിൽക്കുന്നൊരു ഫീലില്ല. ഇതിപ്പോഴത്തെ കമ്മൽ ഉള്ളതിൽ ഏറ്റവും വലിയ കമ്മൽ കേട്ടോ. ആദ്യത്തേത് ഒരു തട്ടായിരുന്നു, പിന്നെ ഉള്ളത് 3-4 തട്ടായിരുന്നു. ഇത് 5-6 തട്ടുണ്ട്. തട്ടെന്ന് പറഞ്ഞാൽ ജിംക്കയുടെ തട്ടാണ്. 1 2 3 4 അങ്ങനെ. പിന്നെ അതിൻ്റെ വള എല്ലാം ടെമ്പിൾ സെറ്റ് തന്നെയാണ് കേട്ടോ. ഇത് പുതിയത്. ഇതാണ് റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ചുറ്റും ഇത് വലിയത്. ഇത് ചീത്താവാത്തതുകൊണ്ടാണ് പുതിയത് പൊട്ടിക്കുക. ഇതല്ലാത്തത് എൻ്റെ ഒരു കോസ്റ്റ്യൂം ഇരിപ്പുണ്ട്. ചെറുതായ കോസ്റ്റ്യൂമോ. ഇത് ഞാൻ തയ്പ്പിച്ചതാണോ അത്? ഇതും ഉഷനോട് എനിക്ക് പിങ്ക് കളർ, എന്നത്തെ പറഞ്ഞ ഡോക്ടറല്ലേ എൻ്റെ ഒരു പിങ്ക് കളർ ഒരു കോസ്റ്റ്യൂം എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണോ ഇത് എന്നെനിക്കറിയത്തില്ല. കുഞ്ഞ് ഞാൻ നല്ല ചെറുതായിരുന്നു ഉള്ളത്. ഇത് ബ്രൈറ്റ് കളറല്ലേ.
വെരി ബ്രൈറ്റ്. താങ്ക്സ്. എനിക്ക് ആക്ച്വലി ക്ലാസിക്കൽ ഡാൻസ് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഒത്തിരി നാളെ ചെയ്തിട്ട് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും, പക്ഷേ മടിയാണ്. അതിനനുസരിച്ചൊന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഒരു തൃപ്തിയില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാനാണെങ്കിലും. അപ്പോൾ ഡ്രസ്സപ്പ് ചെയ്യാനാണ് മെയിനായിട്ട് മടി, ഡാൻസ് കളിക്കാനല്ല മടി. മിക്കവാറും ഉടനെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ചിലങ്ക, ഞാൻ അരങ്ങേറ്റത്തിനിട്ട ചിലങ്ക. ഇത് ഈ മണി സെപ്പറേറ്റ് മേടിച്ച് ചെയ്യിപ്പിച്ച ചിലങ്കയാണ് കേട്ടോ. ഈ കോലം അത്രയും പഴക്കമുള്ളതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ചെയ്യിപ്പിച്ച ചിലങ്ക. 5 വയസ്സെന്ന് പറയുമ്പം 2000 ചെയ്യിപ്പിച്ച. അതുകൊണ്ടാണ് ഈ അവസ്ഥ. പക്ഷേ ഈ ഒരു ചിലങ്കയുടെ ഈ സൗണ്ട് ഇതിന് ശേഷം വാങ്ങിച്ച ഒരു റെഡിമെയ്ഡ് ചിലങ്കയ്ക്കും ഇല്ല. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതൊരു റെഡിമെയ്ഡ് ചിലങ്കയാണ്. ഇതിൻ്റെ സൗണ്ട് കണ്ടോ? ഇതിൻ്റെ സൗണ്ട് ഡിഫറൻസ് ഉണ്ടോ? അപ്പോൾ ഈ ചിലങ്കയൊക്കെ ഒരാൾ യൂസ് ചെയ്തത് വേറെ ആൾക്ക് കൊടുക്കാവോന്ന് എനിക്കറിയില്ല. അങ്ങനെ കൊടുക്കാമെങ്കിൽ ഇതും ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഡാൻസിൻ്റെ ഒരു മെയിൻ സാധനം കാണിക്കാൻ മറന്നുപോയി, മൂക്കുത്തി ഒക്കെ. ഇതിപ്പോൾ എല്ലാം ഒരു മെസ്സായിട്ട് കിടക്കുക. അമ്മ ഇപ്പം ഞാൻ ഇടയ്ക്ക് എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആക്കിയിരുന്നേ. അമ്മ ഒരെണ്ണത്തിൽ മോതിരം, ഒരെണ്ണത്തിൽ മൂക്കുത്തി, ഒന്നിൽ പിന്നെ, അങ്ങനെ പല പല ഐറ്റംസ് ഓരോ ഇതിലൊക്കെ ആക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് ഞാൻ കുറച്ച് അലമ്പാക്കിയിട്ടേക്കുവാണ്. ഇതൊക്കെ ഒരു സൈഡിൽ ഒട്ടിച്ചു വയ്ക്കുന്ന മൂക്കുത്തിയാണ്. ഇതിനകത്ത് കിടക്കുന്നത് മിക്കത്. പിന്നെ ഇതൊക്കെ പൊട്ട്. സോ ഇതൊക്കെയാണ് ഡിസ്പോസ് ഓർ ഡൊണേറ്റ്. എനിക്കറിയില്ല ഇതൊക്കെ ഡിസ്പോസ് ചെയ്യണോ ഡൊണേറ്റ് ചെയ്യണമെന്ന്. ഇതൊരെണ്ണം ത്രെഡ് ഇളകി പോയിട്ടേ ഉള്ളൂ. പിന്നെ ഇത് സെയിം മോഡലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. കണ്ടോ, ഇത് ഡൊണേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ സ്റ്റേജ് ചെയ്തിട്ട് കളിക്കണം എന്നല്ല, അങ്ങനെ ഡൊണേറ്റ് ചെയ്യാന്നല്ല ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും പോർഷൻ എടുക്കുക, നല്ലതിൻ്റെ തിളകിപ്പോയി അതിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഫിറ്റ് ചെയ്യുക, ലൈക്ക് സ്പെയർ പാർട്സ് അങ്ങനെയോ. ഇല്ലെങ്കിൽ ഞാനിതൊന്ന് കല്ലിളകിയത് കുറേ കിടപ്പുണ്ട്, നല്ലതിലേക്ക് ഫിറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറഞ്ഞാണ്. ഇതൊന്നും കൊണ്ട് വേസ്റ്റ് തള്ളാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാനും പാടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയും എന്താ പറയുക, പവിത്രമായൊരു ഐറ്റം ആണല്ലോ, ഡാൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആകുമ്പോൾ ഒരു എന്താ, നമ്മൾ ഈ ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ കളയാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഐ തിങ്ക് സെയിം എഫക്റ്റാണ് ഇതിലൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് കളയാൻ വയ്യാത്തത്. അപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയേ ഉള്ളൂ. ഇനിയും വേറെ എന്തെങ്കിലും വിശേഷമായിട്ട് കാണുന്നവരെ ബൈ.